ആഗോള അയ്യപ്പ സംഗമത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. പരിപാടിയുടെ ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി? പമ്പയിൽ എവിടെയാണ് വേദി? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഉത്തരങ്ങളുമായി 24 എക്സ്പ്ലെയിനറിൽ AV ജയശങ്കർ. വിവാദങ്ങൾക്കിടയിലും ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് പമ്പ മണപ്പുറത്ത്. ിലെ മഹാപ്രളയത്തിൽ തകർന്ന രാമമൂർത്തി മണ്ഡപത്തിന്റെ സ്ഥാനത്താണ് ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ 36,800 ചതുരശ്ര അടിയിൽ പുതിയ പന്തൽ ഉയരുന്നത്. പൂർണ്ണമായി ശീതീകരിച്ച വേദിയിൽ ഒരേ സമയം 3000 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. റിസപ്ഷൻ, പ്രധാന വേദി, സെമിനാർ ഹാൾ, മീഡിയ റൂം, VIP ലോഞ്ച് എന്നിങ്ങനെ ഈ പന്തലിനെ വേർതിരിക്കുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അവിടെയും കഴിഞ്ഞില്ല കാര്യങ്ങൾ. പ്രധാന വേദിക്ക് പുറമെ ഇനിയുമുണ്ട് സൗകര്യങ്ങൾ. ഈ പരിപാടിക്കെത്തുന്ന മുഴുവൻ ഡെലിഗേറ്റുകൾക്കും ഹിൽ ടോപ്പിൽ ഭക്ഷണ സൗകര്യം ഒരുക്കും. VIP-കൾക്ക് ഭക്ഷണ സൗകര്യം ഒരുക്കാൻ ഉദ്ദേശിക്കുന്നത് ഗണപതി ക്ഷേത്രത്തിന് താഴെയാണ്. 20-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ശബരിമലയുടെ വികസനം സംബന്ധിച്ച മാസ്റ്റർ പ്ലാൻ ഈ വേദിയിൽ അവതരിപ്പിക്കും. തുടർന്ന് മാസ്റ്റർ പ്ലാനിൽ വിശദമായ ചർച്ചയും ശബരിമലയുടെ വികസനം സംബന്ധിച്ച രൂപരേഖയും തയ്യാറാക്കും. ഒപ്പം സെമിനാറും മറ്റ് ഭക്തിഗാനമേളകളും ഈ വേദിയിൽ തന്നെ അരങ്ങേറും. 4 മണിയോടുകൂടി പരിപാടികൾ അവസാനിപ്പിക്കാനാണ് നിലവിലെ ക്രമീകരണം. അതിനുശേഷം താല്പര്യമുള്ളവർക്ക് ഭക്തർക്ക് ശബരിമല ദർശനത്തിന് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 18-ാം തീയതിക്കകം പൂർണ്ണമായി സജ്ജീകരിച്ച വേദി ദേവസ്വം ബോർഡിന് കൈമാറുന്ന രീതിയിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നിലവിൽ പുരോഗമിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം സംബന്ധിച്ച പൂർണ്ണമായ രൂപരേഖ ദേവസ്വം ബോർഡ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 18-ാം തീയതി വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് വിശദീകരിക്കുന്നത്. ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.